മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള കട്ടപ്പന നഗരസഭയുടെ പുതിയ പരിഷ്കരണത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. സ്വകാര്യ ഏജൻസിക്ക് മാലിന്യ നീക്കത്തിനായി അനുമതി നൽകിയതോടെ സ്ഥാപനങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. വ്യാപാരികളുടെ പ്രതിസന്ധിയിൽ ഇടപെടാത്ത സംഘടനകളിൽ നിന്നും വ്യാപാരി വ്യവസായി സമിതിയിലേക്ക് കച്ചവടക്കാർ കൂട്ടത്തോടെ മാറി. കഴിഞ്ഞ ദിവസം മുതൽ കട്ടപ്പന നഗരസഭയിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകൾ, അപ്പാർട്ട്മെന്റ് എന്നിവയിൽ നിന്നുമുള്ള ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭ അനുമതി നൽകിയിരുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. എന്നാൽ മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. കട്ടപ്പന മുനിസിപ്പാലിറ്റി അസോസിയേഷനോട് ചേർന്ന് ഈ വേസ്റ്റ് പദ്ധതിയെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് മറിച്ച് വയ്ക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വേസ്റ്റ് പന്നിഫാമുകാർ വന്ന് എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പന്നിഫാമുകാരും വന്ന് എടുക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ട് കടകളുടെ ഫ്രണ്ടിൽ കൂടെ വേസ്റ്റ് ഇരിക്കുകയാണ്. അതെല്ലാവരും പൊതുജനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആരും ഇതിന് 1 കിലോയ്ക്ക് 5 രൂപ 7 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്, വന്നവർ പറയുന്നത്. ഇന്ന് അവർ വന്നിട്ട് അവർ പൈസ എടുത്തുകൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വന്നാരുടെയും വേസ്റ്റ് ഒന്നും എടുത്തില്ല. എല്ലാ കടക്കാരുടെയും ഫ്രണ്ടിൽ കൂടെ വേസ്റ്റ് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ അസോസിയേഷനിൽ പറയുമ്പോൾ അസോസിയേഷൻ ആലോചിക്കണമെന്ന് പറയും. മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോൾ അവർ പറയും തീരുമാനമായതെന്ന് പറയുന്നത്. ഒരു തീരുമാനമില്ല. ഇത് വരുന്ന ദിവസങ്ങളിൽ ഈ വേസ്റ്റുകൾ കൂടുതലല്ലാതെ ഈ വേസ്റ്റുകളൊന്നും കുറേ തരും. പന്നിഫാമുകാർ ചോദിച്ചാൽ പന്നിഫാമുകാർ എടുക്കുന്നില്ല, അവരെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. മാലിന്യ നീക്കം നടക്കാത്തതിനാൽ ദുർഗന്ധം വമിക്കുന്ന ജൈവ മാലിന്യമടക്കം സ്ഥാപനങ്ങൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നുവെന്നും മുൻപ് പന്നിക്കർഷകർ ഉൾപ്പെടെയുള്ളവർ മാലിന്യം ശേഖരിക്കുമ്പോൾ ഇത്തരത്തിലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. മുനിസിപ്പാലിറ്റി ഈ വേസ്റ്റ് എടുക്കുന്നതിന് വേറൊരു ടെൻഡർ വെച്ചിട്ട് വേറൊരു കമ്പനിക്ക് കൊടുക്കുകയും 5 കിലോ വരെയുള്ള വേസ്റ്റിന് 50 രൂപയും അതിന് മുകളിലോട്ട് വരുന്ന ഓരോ കിലോ വേസ്റ്റിന് 7 രൂപ എന്ന നിരക്കിൽ വീടാക്കാനായിട്ടാണ് വ്യാപാരികളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഭീമമായ തുക നൽകാനായിട്ടുള്ളൊരു കച്ചവട കാര്യങ്ങളൊന്നും ഇപ്പം ഇവിടെ നടക്കുന്നില്ല. ഒന്നാമത് സാമ്പത്തിക മാന്ദ്യം, കച്ചവട മാന്ദ്യം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നതല്ല. ഈ 2-3 ദിവസമായിട്ട് ഇവിടെ വേസ്റ്റ് കെട്ടിക്കിടക്കുകയാണ്. ഇതിനൊരു തീരുമാനം കട്ടപ്പന നഗരസഭ എടുക്കേണ്ടതാണ്. സംഭവത്തിൽ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒത്തുചേർന്ന സാധാരണക്കാരായ കച്ചവടക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി സമിതിയിലേക്ക് അംഗത്വം എടുക്കുകയാണെന്നും കച്ചവടക്കാർ പറഞ്ഞു. ഒന്നാമത് വ്യാപാര പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ കച്ചവടമില്ല, മാർക്കറ്റിലെ കച്ചവടങ്ങൾ മുഴുവൻ പോയി. ആ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും ഭീമമായ ഒരു തുക കൊടുക്കാൻ സാധിക്കില്ല. അതിന് അസോസിയേഷൻകാർ നമ്മളോടൊന്നും ചോദിക്കുമോ, വ്യാപാരികളുടെ ഒരു എതിർപ്പോ കാര്യങ്ങൾ ഇതൊന്നും ചോദിക്കാതെയാണ് അവർ ഇതിനെല്ലാം പോയി മുൻകൈ എടുത്തേക്കുന്നത്. അതിനെല്ലാം ഞങ്ങൾ വ്യവസായിന്ന് ഞങ്ങൾ മാറി ഇപ്പം വ്യാപാര സമിതി കൂടാൻ തീരുമാനിച്ചു. നിലവിൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം കടന്നു പോകുന്നത്. പ്രമുഖ വ്യാപാരി സംഘടനയടക്കം ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പിന് ശ്രമിക്കാതെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം നഗരസഭയുടെ പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. മാലിന്യ നീക്കം നടക്കാത്തതിന് പുറമെ ഈ പ്രവർത്തനം സ്വകാര്യ ഏജൻസിക്ക് നൽകിയതോടെ വലിയ തുക യൂസർ ഫീയായും നൽകേണ്ടി വരികയാണ്. ഇത് സാധാരണ തോതിലുള്ള കച്ചവടക്കാർക്ക് ഇരട്ടിപ്രഹരവും നഷ്ടവും ഉണ്ടാക്കുന്നു. 5 കിലോ വരെ 50 രൂപയും 5 കിലോയിലധികം വരുന്ന മാലിന്യത്തിന് കിലോയ്ക്കനുസരിച്ച് വേറെ തുകയും നൽകേണ്ടി വരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മറ്റു സംഘടനയിൽ നിന്നും വ്യാപാരി വ്യവസായി സമിതിയിലേക്ക് ചേർന്നവർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അംഗത്വം നൽകി.